പുതിയ പ്രഭാതം കൂടി കാണാനായിട്ട് അനുവദിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നേ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. ബിഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് തൃശ്ശൂർ തന്നെയുള്ള ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഹോട്ടൽ മഹേശ്വരി എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് നമ്മൾ വന്നെത്തിയത്. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ഒല്ലൂര് ക്രിസ്റ്റഫർ നഗർ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിനോട് അടുത്ത് തന്നെയാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഹൈവേയിലേക്ക് കടക്കുന്നതിന് ഇടയിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ പക്ക വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാവാം നമ്മുടെ യാത്ര തുടങ്ങുന്നത് എന്ന് കരുതി നമ്മൾ അവിടേക്ക് ഭക്ഷണം കഴിക്കാനെത്തി. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് നല്ല ചൂട് പായസം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്തുന്നത് രാവിലെ ഒരു 9 മണി നേരത്താണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തേക്ക് തന്നെ പായസം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അവരുടെ പേരൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാലടയും പരിപ്പാണ് കേട്ടോ. അതോടൊപ്പം തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബേക്കറി ഐറ്റംസും സ്വീറ്റ്സും അതുപോലെ തന്നെ ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും രാവിലെ തന്നെ പായസം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പാലടയും പരിപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല. അത് ഓരോ ദിവസവും ഡിപ്പെൻസ് അപ്പോൺ ആണ്, മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അന്ന് നമ്മൾ ചെന്ന സമയത്ത് ഉണ്ടായിരുന്നത് പാലടയും പരിപ്പായിരുന്നു. അതുപോലെ തന്നെ വെറൈറ്റി ലഡുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നിരിക്കുന്നത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്തു. നല്ല നീറ്റാണ്, ക്ലീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നത്, ഞാനും മനായിട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ബിഗ് ഫാമിലിയിൽ കുട്ടികളൊന്നുമില്ല നമ്മുടെ ഈ ട്രിപ്പിൽ. ഞങ്ങൾ 2 പേരും തന്നെയുള്ള ട്രിപ്പാണ്. അപ്പോൾ ട്രിപ്പ് എവിടേക്കാണ് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു മസാല ദോശയും ഒപ്പം തന്നെ ഒരു നെയ് റോസ്റ്റുമാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ മസാല ദോശ വേണ്ടാന്ന് വെച്ചു. പക്ഷേ മനായിട്ട് എനിക്ക് മസാല ദോശയുടെ മസാല ഒന്ന് അതിൻ്റെ ദോശ തുറന്ന് കാണിച്ചിരുന്നു. അടിപൊളി ടെക്സ്ചറായിരുന്നു. ആ മസാല കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ നെയ് ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഞാൻ ഇടയ്ക്ക് ഒന്ന് എനിക്കത് ടേസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം വന്നായിരുന്നു. അപ്പോൾ ഇവരുടെ ദോശയുടെ കൂടെ നമുക്ക് കിട്ടുന്ന കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് സാമ്പാർ, ചട്നി, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഉള്ളിച്ചമ്മന്തി, ഒരു എക്സ്ട്രാ സ്പെഷ്യലായിട്ട് കണ്ടത് മല്ലി അരച്ചിട്ടുള്ള ഒരു ചമ്മന്തി. ഇങ്ങനെ 4 ഐറ്റമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വലിയ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലാതെയാണ് കഴിക്കുന്നത്. കാരണം നമ്മളത്ര എക്സ്പ്രഷൻസ് കൊടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊന്നുമില്ലായിരുന്നു. കിട്ടിയ ഭക്ഷണം ആസ്വദിച്ച് തന്നെയാണ് ഞാൻ കഴിച്ചത്. പക്ഷേ നമുക്കത് വീഡിയോയിലേക്ക് വലിയ നർമ്മം അല്ലെങ്കിൽ വലിയ വാരി വിതറിയിട്ടുള്ള രസങ്ങളൊന്നും നമുക്ക് നൽകാനായിട്ട് പറ്റിയിട്ടില്ല. ഒപ്പം തന്നെ മനാൻ്റെ ദോശ അടിപൊളിയായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും കൈയിട്ട് വാരിയായിരുന്നു, അത് വാങ്ങി കഴിച്ചിരുന്നു. പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു മസാല ദോശ. ശരിക്കും നെയ് ദോശയേക്കാളും അവിടെ ചെല്ലുമ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റമായിട്ട് വരുന്നത് മസാല ദോശയാണ്. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി മസാല ദോശ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കഴിക്കാൻ നോക്കുക. കാരണം ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ച് അവിടുത്തെ ബേക്കറിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ഹോട്ടലിനെ പറ്റിയിട്ട് നമുക്ക് തരാനുള്ള റിവ്യൂ. ഒരുപാട് നീട്ടി വലിച്ച് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ചെന്നു ഭക്ഷണം കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്റ്റഫർ നഗറിൻ്റെ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇവിടെ മസാല ദോശയ്ക്ക് ഇപ്പോൾ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 75 രൂപയാണ്. ഏകദേശം ഒരുവിധപ്പെട്ട ഹോട്ടലുകളിലൊക്കെ വരുന്ന റേറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്